കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ക്ലിപ്സ് ആയിട്ട് കാണിച്ചവ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതിലൂടെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവും ഗാർഡും കൂടെ യൂൺഷിക്കിന്റെ കടേന്റെ മുന്നിൽ കാറ് നിർത്തിയിട്ട് ഗാർഡ് അപ്പോഴേ പറയുന്നുണ്ട്, ഒരു ഫേവറായിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, യൂൺഷിക്കിന്റെ അടുത്ത് കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറണമെന്ന്. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞ് അങ്ങേരത് മൈൻഡ് പോലും ആക്കുന്നില്ല. ഡോറ് തട്ടി വാതിലുറക്കുന്ന യൂൺഷിക്കിന്റെ അടുത്ത് ഗാർഡ് നന്നായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഡിറ്റക്റ്റീവ് മാറി അങ്ങട് എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോയിട്ട് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് തേജുവിനെ അറിയാവോ, അവൻ എസ്കേപ്പായി ഇങ്ങോട്ടേക്ക് വന്നോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാനിപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ യൂൺഷിക്കും. ഡിറ്റക്റ്റീവ് കുറച്ച് ടെററായിട്ടാണ് സംസാരിക്കുന്നത്. ഗാർഡ് വളരെ നന്നായിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, സുഖാണോ, ഇങ്ങനെ നല്ല രീതിക്കാണ് സംസാരിക്കുന്നത്. യൂൺഷിക്ക് ഇവരെ പ്രതീക്ഷിച്ച കണക്ക് നിൽക്കുന്നത് തന്നെ ഡിറ്റക്റ്റീവിന് ഭയങ്കര സംശയമാണ്. അവിടെ അകത്ത് മൊത്തത്തിലൊന്ന് പോയി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു റൂം പർട്ടിക്കുലർ ആയിട്ട് മൂടിയിരിക്കുന്ന കണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പം യൂൺഷിക്ക് ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതും കൂടി ആവുമ്പോൾ കണ്ടിട്ടേ പോകുമെന്നും പറഞ്ഞ് തുറന്നു നോക്കുമ്പം അവിടെ യൂൻബി നിന്ന് ഡ്രസ്സ് മാറുന്നു. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പുറത്തു വരുന്നുണ്ടെങ്കിലും യൂൻബി ആരാ മോള് വന്ന് ഒച്ചയെടുക്കുന്ന കണ്ടിട്ട് യൂൺഷിക്ക് പറയുന്നുണ്ട്, മോളെ ഇവര് ഇതിലൊരാള് പ്രിസൺ ഗാർഡ് ആണെന്നും ഒരാള് ഡിറ്റക്റ്റീവ് ആണെന്നും, ആരാണെങ്കിൽ എന്താ നിങ്ങൾ ജയിലിൽ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ ഒന്ന് ഹരാസ് ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവളങ്ങ് ചൂടാവാൻ തുടങ്ങി. അവിടെയുള്ള സാധനമൊക്കെ തട്ടിയിട്ട് ഒരുമാതിരി റൗഡി ബേബിനെ കണക്ക് ഭയങ്കരമായിട്ട് ഇറന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവിനെ നന്നായിട്ട് ദേഷ്യം വന്ന് ഒച്ചയെടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഗാർഡാണ് പിടിച്ചു കൂട്ടിയിട്ട് പോകുന്നത്. കണ്ടിട്ട് അവളെ പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അവരെല്ലാം പോയി കഴിയുമ്പം യൂൺഷിക്കിന്റെ അടുത്ത് നിങ്ങളോടും കൂടിയാ പോകാൻ പറഞ്ഞത്, പോയിട്ട് അവർ പോയി നോക്കിയിട്ടാന്നും പറഞ്ഞ് യൂൺഷിക്കിനെയും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന യൂൺജുങ്ങിന്റെ ഫോട്ടോ നോക്കിയിട്ട് ഇനി നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സഹിക്കേണ്ടി വരുമോന്ന് പറയുന്നു. ഇവിടെ പുറത്ത് പോകുന്ന യൂൺഷിക്കിന്റെ അടുത്ത് ഗാർഡ് സോറി ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല സാർ, പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് വരരുത്, അത് ഞങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുമ്പം ശരി ഓക്കേന്ന് അദ്ദേഹവും മാനിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാറിൽ ചെന്ന് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് എന്ത് പണിയാ കാണിച്ചത്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നതിന് പുള്ളിക്ക് അൾട്ടിമേറ്റ് പുച്ഛം. ഇവിടെ ആ ബാർബർ ലേഡി ഇവര് പറഞ്ഞ കണക്ക് തന്നെ ബസ് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ CCTVയിൽ കൃത്യമായിട്ട് പെടുന്നുണ്ട്. തൽക്കാലം നമുക്ക് പുള്ളിക്കാരിനെ ലേഡി എന്ന് മാത്രം പറയാം. ഫോണിന് വേണ്ടി കോൾ ചെയ്ത പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ട്. തന്റെ മോക്ക് ആസ്മയാണ്, അതുകൊണ്ട് കുറെ നേരം അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്, സോറി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഫോൺ മേടിക്കുന്നത്. ലേഡീന്റെ മോക്കും ആസ്മയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് ഇമോഷണലി കണക്ട് ചെയ്ത് പറയുന്നത്. ശരി ഓക്കെ എന്നും പറഞ്ഞ് ആ ഫോൺ അവിടെ കൊടുക്കുന്നുണ്ട്. പോയി എന്നും പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പം ശരം പോലെ വന്ന് തേജു ആ ഫോണും തട്ടിപ്പറിച്ച് പോവാണ്. ഇടിയടാ അവനെ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കല്ല, 10-15 പേര് തേജു ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നൈസായിട്ട് എല്ലാരെയും പറ്റിച്ച് വെട്ടിച്ച് പോകുന്ന തേജുങ്. ഇവിടെ യോഹാനും ആ ഫോൺ ആരോ മോഷ്ടിച്ചു എന്നുള്ള ന്യൂസ് കിട്ടുന്നുണ്ട്. ശരി, അത് തൽക്കാലം വിട്ടേക്ക് എന്നാണ് യോഹാൻ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു ലേഡീന്റെ വായ കീറി പൊളിക്കുന്നതിനെ കൂട്ടൊരു സ്റ്റാച്ചു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവന്റെ ഹോബി തന്നെ ഇങ്ങനത്തെ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പം ഇങ്ങനെ സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കണോന്ന് ആർക്കറിയാം. കാരണം ഇപ്പൊ ഒരു ലേഡീനെയാണല്ലോ വിക്ടിമാക്കാൻ നോക്കുന്നത്. എന്തായാലും നല്ല ദേഷ്യത്തില് ആ സ്റ്റാച്ചുവും താഴെ തള്ളിവിട്ട് പൊട്ടിക്കുന്നുണ്ട്. തേജുങ് യൂൺഷിക്കിന്റെ അടുത്ത് ആ ഫോണ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആരാണ് മരിച്ചതെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവുന്നു. പ്രത്യേകിച്ച് ഇതുവരേക്ക് ഇവർക്കൊരു ക്ലൂസും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണ് ഇപ്പൊ തേജുങ്ങിന്റെ കയ്യിലാണല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നറിയാം. ഇതിന്റെ ഇടയ്ക്കാണ് കാഷ്വലായിട്ട് യൂൺഷിക്ക് പറയുന്നത് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന തേജുങ്ങിന് ഭയങ്കര ടെൻഷൻ. ഇനിയും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ യൂൺഷിക്കിന് പ്രശ്നമാവുന്നു. പക്ഷെ യൂൺഷിക്ക് അത് വളരെ കാഷ്വൽ ആയിട്ടാണ് പറയുന്നത്. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ കാണണമായിരുന്നു, യൂൻബി ഉണ്ടല്ലോ അവൾ അവരെ പുറത്താക്കിയെന്നേ, നൈസായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് തേജുങ് താൻ ഇവിടുന്ന് പോകുന്നതാ നല്ലത് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, നീ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് യൂൺഷിക്ക് നിൽക്കുന്നത്. തേജുങ്ങിന്റെ വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഫേവേഴ്സ് യൂൺഷിക്കിന്റെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ടല്ലോ. യൂൺഷിക്കിനെ വെറും വഴിപോക്കെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് പരിചയമുള്ള ആള് എന്നുള്ള നിലയ്ക്കോ അല്ല യൂൺഷിക്ക് കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും യൂൺഷിക്കിന് തീരെ ഒരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് തേജുങ്ങ് റെഡി ആയിട്ട് ഫോണും എടുത്ത് ആ ലേഡീനെ വിളിക്കുന്നുണ്ട്. നിങ്ങക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ തന്നോ, അങ്ങനെയാണെങ്കിൽ ഫോൺ തിരിച്ചു തരാമെന്ന്. നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും സമ്മതിക്കാതെ വഴിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ ബാഡ് ലേഡി അവരുടെ ഹെഡിനെ പോയി സംസാരിക്കുമ്പം അയാൾക്കാണെങ്കിൽ ഫോൺ പോയതിന് നല്ല ദേഷ്യം. എന്നാലും പൈസ കൊടുത്താല് ഫോണ് കിട്ടുന്നുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് അതിന് ഓക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തേജുങ്ങിനെ കൊല്ലാൻ ആളെയും വിടുന്നുണ്ട്. അങ്ങനെ ബാഡ് ലേഡിയും കാണാൻ വേണ്ടി ഇരുന്നുണ്ട്. തേജുങ്ങിനെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കുമ്പം പൈസ ഉണ്ടോന്ന് തേജുങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുമ്പം അവിടെ ഒരു ഡെലിവറി മാൻ വരും, അയാളുടെ അടുത്ത് കൊടുത്തു വിട്ടേക്ക് എന്ന് പറയുന്നു. അതൊന്നും പറ്റത്തില്ല, ഇതെടുത്ത് നീ ഓടിക്കളഞ്ഞാൽ എന്താക്കുന്ന ചോദിക്കുന്നതിന്
ഫോണ് വേണോന്നുണ്ടെങ്കിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ വീട്ടിൽ പോക്കൂ. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. തേജുങ്ങ കുറച്ച് മാറി നിന്ന് ബാഡ് ലേഡീനെ നോക്കി നിൽക്കുന്നു. ഫോൺ മെയിൽ ബോക്സിൽ ഉണ്ട് എന്ന് പറഞ്ഞത് പ്രകാരം ബാഡ് ലേഡി അതും എടുത്ത് ഒരു ടാക്സി വിളിച്ചു പോകുന്നുണ്ട്. ബാഡ് ലേഡീന്റെ ഹെഡിന്റെ സ്ഥലത്തേക്ക് ഒരു വെള്ള ഡ്രസ്സ് ഇട്ട് കുലുങ്ങി കുലുങ്ങി ഒരു പെണ്ണ് വരുന്നുണ്ട്, എന്തോ കഴിച്ചോണ്ട്. അങ്ങനെ സ്റ്റൈലായിട്ട് വരുമ്പം ഹെഡിന്റെ അടുത്ത് യോഹാനും ഉണ്ട്. പുള്ളി മരണ ഭയത്തിലാണ് ഉള്ളത്. ഇപ്പൊ നടന്ന പോലെ ഇനി നടക്കരുത് എന്ന് പറഞ്ഞാൽ യോഹൻ അവിടുന്ന് പോകുമ്പം ഇങ്ങനെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നാ മതി. വെറുതെ അങ്ങോട്ട് പോയിട്ട് പേടിക്കണ്ട, ആ ഫോൺ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും. അതൊരു കള്ളം മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ മേടിക്കാൻ ആള് പോയിട്ടുണ്ട് എന്ന് പറയാണ്. വീണ്ടും ഇങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞല്ലേ ഉള്ളൂന്ന് യോഹാൻ. അപ്പോഴേക്കും അപ്പുറത്ത് നിൽക്കുന്ന ലേഡി അവരെ തിന്നോണ്ടിരുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള എന്തോ ഐറ്റമാണ്. അത് വെച്ച് പുള്ളിന്റെ മണ്ടയ്ക്ക് എന്നെ കുത്തിക്കയറ്റുന്നുണ്ട്. ഹെഡിന്റെ ഹെഡ് കൊള്ളുന്ന ഡെഡ് ചോരയായി. ഞാൻ പോയിട്ട് വൃത്തിയാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ ലേഡി പോകുമ്പം ക്ലിയർ ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ വേണമെന്ന് യോഹാൻ ശരിയെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോഴും യോഹാൻ ഡിജിറ്റലിയാണ് വന്ന് നിൽക്കുന്നത്. എന്താലേ, ഒരു റൂമിലിരുന്നിട്ട് എവിടെ വേണേലും പോകാൻ പറ്റും. ടെക്നോളജിയാ. അവിടെ പോയിരുന്നിട്ട് ആ ലേഡീനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാഡ് ലേഡി നേരെ വരുന്നത് അവരുടെ ഹെഡുള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടേക്ക് എന്നെ തേജുങ്ങും ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഒളിച്ചും പാത്തും ബാഡ് ലേഡി ഉള്ള സ്ഥലത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഒരുപാട് തുണിയൊക്കെ കുമിഞ്ഞു കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. അവിടെയൊക്കെ നോക്കി നോക്കി വരുമ്പം അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. പുള്ളീനെ അടിച്ചിട്ട് പുള്ളീന്റെ യൂണിഫോം എടുക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലൊക്കെ ഫുള്ള് മറയ്ക്കുന്നതിനെ കൂട്ടി യൂണിഫോം ഉണ്ടാവല്ലോ, അതേ കൂട്ടൊരു ഡ്രസ്സാണ്. അതുകൊണ്ട് നേരെ മേലേക്ക് പോകുമ്പം അവിടെ ബാഡ് ലേഡി ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് കാണുന്നുണ്ടെങ്കിലും ഫുള്ള് മറച്ചിട്ടല്ലേ ഉള്ള, മനസ്സിലാവുന്നൊന്നുമില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ആളെ പോലെ തന്നെ അകത്ത് പോയിട്ട് നോക്കുമ്പം ഇവരെ കൾപ്രിറ്റ് ആക്കാൻ അല്ലെങ്കിൽ യോഹാന്റെ വിക്ടിം ആവുന്ന ആൾക്കാര് അവരുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതീന്നാണ് ഇവരെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണിത്. ഇവിടെ വെച്ചിട്ടാണ് അത് ഓരോന്നും പ്രോസസ് ചെയ്യുന്നത്. അതേപോലെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതൊക്കെ കാണുന്ന തേജു ആകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. എന്തായാലും അവന്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരുമാതിരി സ്പീക്കർ വെച്ച് കണക്ക് സൗണ്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ പുറമേ നിന്നുള്ള ആളാണെന്ന്. ഭയങ്കരമായിട്ട് അടി നടക്കുന്നു. ഇവിടെ അപ്പുറത്ത് അതിലും വലിയ കൊടുമ, നമ്മുടെ സലൂൺ ലേഡീന്റെ അടുത്തേക്ക് കില്ലർ ലേഡി വന്നിട്ട് വാതിലടച്ച് കത്തിയും പിടിച്ച് നിൽക്കുവാണ്. മോഷ്ടിക്കാൻ വന്നെയാണെന്ന് വിചാരിച്ച് പൈസ ഡ്രോയറിലുള്ളത് എടുത്തോണ്ട് പോക്കുമെന്ന് പേടിച്ചോണ്ട് പറയുന്ന ലേഡീന്റെ അടുത്ത് എനിക്ക് മുടി മുറിക്കാനാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് കൊറിയയിലേക്ക് വന്നത്, അതുകൊണ്ട് ഇതിനൊന്നുള്ള സമയം കിട്ടാറില്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സലൂൺ ലേഡിക്ക് നല്ല ജീവഭയമുണ്ട്. അവിടുന്ന് പോവാൻ നിൽക്കുമ്പം മോളെ വെച്ച് ഭീഷണിപ്പെടുത്തുവാണ്. അപ്പൊ പിന്നെ പോവാനും പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കത്രിക ശ്രദ്ധിക്കുന്നത്. നൈസായിട്ട് അത് എടുക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും അടിച്ചിട്ട് കഴുത്ത് ഞെരിച്ചോണ്ടിരിക്കുവാണ്. ഇപ്പൊ കൊല്ലോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ നിൽക്കുമ്പം കറക്റ്റായിട്ട് തേജുവും കരുതുന്നുണ്ട്. ആ ലേഡീന്റെ അടുത്ത് കുന്തം കണക്ക് ചെറുതായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തേജുവിനെ നന്നായിട്ട് തന്നെ കുത്തിവിടുന്നുണ്ട്. രണ്ടുപേർക്കും നന്നായിട്ട് ഫൈറ്റ് അറിയാം. അടിപൊളിയായിട്ടുള്ളൊരു ഫൈറ്റ്. ഇതിന്റെ ഇടയ്ക്ക് ആ ലേഡീനെ മോളുടെ അടുത്തേക്ക് തേജുങ്ങ വിടുന്നുണ്ട്. അപ്പോഴേക്കും കില്ലർ ലേഡി ഉണ്ട് കത്തി എടുത്ത് നിൽക്കുന്നു. തേജുങ്ങ അവിടെയുള്ള ബുക്ക് എടുത്ത് വെച്ചിട്ടാണ് പ്രതിരോധം. അങ്ങനെ ലാസ്റ്റ് ബുക്ക് ഫുള്ള് കീറി പോകുന്നുണ്ട്. എന്നാലും വെറുതെ വിടാണ്ട് കൈ കിട്ടുന്ന സാധനം വെച്ച് മൊത്തം അടിക്കുന്നുണ്ട്. അത് കണക്ക് ഷാർപ്പായിട്ടുള്ള സാധനം വെച്ച് കുത്തുന്നു. ഭയങ്കരമായിട്ടുള്ള അടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അടി. ഇതൊന്നും പോരാണ്ട് ചെറുക്കൻ്റെ കണ്ണിലേക്ക് സ്പ്രേയും കൂടെ എടുത്ത് വെച്ച് അടിച്ച് പിന്നെ ഉപദ്രവിക്കുമ്പം ഇവനെ കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കറക്റ്റ് സമയത്ത് പോലീസ് വരുന്നതിനെ കൂട്ട് സൈറൻ സൗണ്ട് കേൾക്കുവാണ്. അതുകൊണ്ട് മാത്രം കില്ലർ ലേഡി അവിടുന്ന് പോകുന്നുണ്ട്. തേജുങ്ങും പോലീസ് ഉണ്ടോന്ന് നോക്കുമ്പം കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് യൂൺഷിക്കാണ് വരുന്നത്. ഇവിടെ യോഹാൻ പിന്നെ CCTVs നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തേജുങ് അവന്റെ സ്ഥലത്ത് വന്ന് മറിഞ്ഞിരിക്കുന്നതായിട്ടൊക്കെയുള്ള വിഷ്വൽസ് കാണുന്നത്. ഓഹോ, നീ എന്നെ അന്വേഷിച്ച് ഇവിടം വരെയൊക്കെ എത്തിയല്ലേ, കൊള്ളാന്ന് പറഞ്ഞ് ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാനി അങ്ങോട്ടേക്ക് വന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഗസ്റ്റോ? അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ എന്നും പറഞ്ഞ് പോയി നോക്കുമ്പം ദോക്യോങ്ങും അവന്റെ അച്ഛനും. ഹായ് ഫ്രണ്ട്, നല്ല വീടാണല്ലോ എന്ന് ദോക്യോങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതായിട്ട് ഓർമ്മയില്ലല്ലോ എന്ന് യഹാൻ ചോദിക്കുന്നതിന് ഇല്ല, നീ നിന്റെ അഡ്രസ്സ് വളരെ സീക്രട്ട് ആയിട്ടല്ലേ വെച്ചത് എന്ന് ദോക്യോങ്. വന്നിരിക്കുന്ന ദോക്യോങ്ങിന്റെ അച്ഛൻ തേജോങ്ങിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഇവൻ അറിയാവോന്ന് ചോദിക്കുന്നു. അറിയാവുന്ന യോഹാൻ. അവനിപ്പോ പുറത്താണല്ലോ, അതാണ് ഇവരുടെ പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല, നൈസായിട്ട് നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ, പ്രശ്നമേ അല്ലെന്ന് യോഹാൻ. പ്രശ്നമല്ലെന്ന് ആര് പറഞ്ഞു? അവൻ എന്റെ അവതാറാണ്. നീ എന്താ പറഞ്ഞത്? അവരെ പരസ്പരം തമ്മിലടിച്ച് ചാവുന്ന്. പക്ഷെ അവനിപ്പോ പുറത്താണുള്ളത്. ഇതാണോ കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞ് ദോക്യൂങ് തിന്നോണ്ടിരുന്ന ജംസ് മുട്ടായി ഫുള്ളെടുത്ത് യോഹാന്റെ മേത്തേക്ക് എറിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് ദോക്യൂങ്ങിന്റെ അച്ഛൻ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിലായോ?
ഇത് ശരിക്കും സില്ലിയാണെന്ന് യോഹൻ. ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇനിയിപ്പോ നിനക്കിത് പറ്റുന്നാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഒരാഴ്ച സമയം തരും. അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം എന്നൊരുമാതിരി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ദോക്യോങ്ങിന്റെ അച്ഛൻ പോകുന്നത്. ഈ സീൻ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇതും പോരാണ്ട് ദോക്യോങ് ആണെങ്കിൽ സിഗരറ്റും കത്തിച്ചുകൊണ്ട് ദാ നോക്ക്, ഞാനിപ്പോഴും നിന്നെ ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പിനോടല്ല എനിക്ക് താല്പര്യം. അപ്പൊ യോഹാന്റെ കൗണ്ടർ, ഞാനതിന് നിങ്ങളെ സെർവന്റ് ആയിട്ടല്ല കാണുന്നതെന്ന്. അവൻ സ്വന്തം മേത്ത് കൈവച്ചത് പോലും യോഹാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, ഞാൻ തന്നെ അവനെ കണ്ടുപിടിച്ച് എന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റുന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ശരിയെന്നും പറഞ്ഞ് ഇവന്റെ മേത്തേക്ക് ആ സിഗരറ്റ് തട്ടിയിട്ടാണ് പോകുന്നത്. പുള്ളി ഇപ്പൊ സ്പോട്ടിൽ തീർന്നു എന്നാ വിചാരിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് യോഹാൻ ഒന്നും ചെയ്യാതെ വിടുന്നുണ്ട്. അല്ലേ തന്നെ ആരെങ്കിലും ഒരു സൈക്കോന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? പോകുന്ന സമയത്ത് ദോക്യോങ്ങിന്റെ അച്ഛൻ തന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് അവനെ തന്നെ പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇതൊക്കെ അകത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന യോഹാൻ നാനിനോട്, ഞാൻ അവർക്ക് ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു അവസരം കൊടുത്തതാണ്, എന്നിട്ട് അത് വെച്ച് അവരെന്റെ അടുത്ത് എന്താ ചെയ്യുന്നേ നോക്ക്. നിങ്ങൾ അപ്സെറ്റ് ആണോ? ഇതെങ്ങനെയാണ് തീർക്കാൻ പോകുന്നത് എന്ന് നാനി. വേറെന്താ, അവസാനിപ്പിച്ചുവരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. തേജോങ് ആ ലേഡീനെയും മോളെയും കൂട്ടിയിട്ട് പോയിന്ന്. ഇത് കൊള്ളാം, അവൻ നമ്മളെ വിചാരിച്ചതിനെക്കാട്ടും ക്ലോസ് ആണ് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദോക്യോങ് അപ്പോഴാണ് പോകുന്നത്. ഇവനാണെങ്കിൽ നടുവിരൽ നമസ്കാരമൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. ഇതിനൊക്കെയുള്ള എപ്പം കിട്ടുമോ എന്തോ. യോഹാൻ നാനീന്റെ അടുത്ത് ഇത് മൊത്തത്തിൽ അങ്ങ് തീർക്കുന്നതിന് പകരം അവനൊരു ഗിഫ്റ്റ് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആർക്കാ? തേജോങ്ങിന് അവനൊരു ഹിന്റ് കൊടുക്കാൻ പോവാണെന്ന്. ഇവിടെ യൂൻബി അച്ഛന്റെ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പം അവിടെ ആരുമില്ല, മൊത്തത്തിൽ ഇരുട്ടാണ്. അകത്തു പോയി നോക്കുമ്പം തേജുങ്ങിന്റെ റൂമില് സലൂൺ ലേഡീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പ്ലസ് അവരുടെ CCTV ദൃശ്യങ്ങളടക്കം എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഇവനൊരു സ്റ്റോക്കറാണെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് തേജോങ് യൂൻഷിക്ക് ആ ലേഡീന്റെ കുട്ടി 4 പേരും കൂടെ വരുന്നത്. എന്താടാ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞ് യൂൻബി നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ സലൂൺ ലേഡിയും കൊച്ചു ആകപ്പെടെ പേടിച്ചിട്ടാണ് ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കുട്ടി മുത്തശ്ശാന്നും പറഞ്ഞ് യൂൻഷിക്കിന്റെ അടുത്ത് വന്ന് ഞാനിത് വെച്ച് കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പനി ആയിട്ട് സംസാരിക്കുന്നതാണ്. ഇതൊരുവിധ സന്തോഷത്തോടെയാണ് തേജോങ് നോക്കിയിരിക്കുന്നത്. ഇവളാണെങ്കിൽ തേജോങ്ങിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സലൂൺ ലേഡി അവരെ കുറിച്ച് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ട്. അവരെ എക്സ്പ്ലെയിനും ചെയ്ത് കൊടുത്ത് മോളെയും കൂട്ടി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാന്നും വേറെ എവിടെയെങ്കിലും ഫ്രണ്ടിന്റെ അടുത്തോ അങ്ങനെ ആരുടെയെങ്കിലും അടുത്ത് പോയി നിൽക്കാൻ പറയുമ്പം ആ ലേഡിക്ക് അങ്ങനെ ആരുമില്ല. എങ്ങനെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചല്ലേ പറ്റുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന 2 പേർക്കും ഒരേപോലെ യൂൻബിനെയാണ് നോക്കുന്നത്. യൂൻബി നോക്കുമ്പോൾ 3 പേരും ഒരേപോലെ ഇവളെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ത് നോക്കാനാ, യൂൻബിന്റെ സ്ഥലത്താണ് അമ്മേനെയും മോളെയും താമസിപ്പിക്കുന്നത്. ഇഷ്ടമല്ലാത്ത പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നോക്കിയാണ്. അവിടെ അവളുടെ ഫ്രണ്ടും ഉണ്ട്. വേറൊരു ആൾക്കാരുള്ളത് നല്ലതല്ലേ, ഇപ്പോഴാണ് ഒരു സമാധാനമൊക്കെ ആവുന്നതെന്നും പറഞ്ഞ് ഫ്രണ്ട് പെണ്ണിനെ ഭയങ്കര സന്തോഷം. നിങ്ങളെവിടെ കിടന്നോ, ഞാൻ ഫ്രണ്ടിന്റെ റൂമിൽ കിടന്നോളാന്നും പറഞ്ഞ് സലൂൺ ലേഡീനെ ആശ്വസിപ്പിച്ചിട്ടാണ് യൂൻബി പുറത്തേക്ക് വരുന്നത്. യൂൺഷിക്കിനാണെങ്കിലോ ഭയങ്കര സന്തോഷം. നീ ഇവിടെയാണോ താമസിക്കുന്നത്? വീട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലീക്കോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ചോദിക്കുമ്പം ഇവളൊരുമാതിരി തുറച്ചു നോക്കാണ്. എന്നാ പിന്നെ ഞാൻ സ്റ്റോറിലേക്ക് പോകണമെന്ന് പറഞ്ഞ് യൂൺഷിക്ക് അവിടുന്ന് പോകുന്നതും ഇവളെപ്പോഴത്തേം പോലെ സിഗരറ്റ് വലിക്കാൻ പോവാണ്. അങ്ങനെയും വന്ന് പിടിച്ച് വാങ്ങിയിട്ട് അകത്ത് കൊച്ചുണ്ട്, സിഗരറ്റ് വലിക്കുന്നൊന്നും നല്ലതല്ലെന്ന് തേജു. നീ ഇപ്പൊ എന്റെ പുറകെ വരണമെന്നും പറഞ്ഞ് അവള് പോകുന്നുണ്ട്. ഇവനാണെങ്ങാതെ അവിടെ തന്നെ നിൽക്കുവാണ്. മര്യാദയ്ക്ക് ഇങ്ങ് വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുമ്പം എന്തൊരു കഷ്ടമാണ് ഇത്. കുഞ്ഞി പിള്ളേരൊക്കെ വന്നിട്ട് മനുഷ്യനെ അങ്ങ് ചൊറിയുവാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. മാറ്റിക്കൊണ്ട് പോയിട്ട് അവൻ ശരിക്കും ഒരു കൊലപാതകയാണോ, ഇവിടെ എന്താ ശരിക്കും നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം അതിനും സമ്മതിക്കുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞോ, ഇല്ലെങ്കിൽ അവർ രണ്ടിനെയും ഞാൻ ചവിട്ടി പുറത്താക്കുന്നറിയാണ്. ഇതിപ്പോ ഭയങ്കര ശല്യാണല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷെ അടുത്ത സീനില് യൂൻബി ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് ഉറക്കം വരുന്നില്ല. ലക്ഷണം കണ്ടിട്ട് ഹീറോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഫ്രണ്ടിനോട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. എടി ഒന്ന് അടങ്ങി കിടക്കടി എന്ന് പറയുന്നതിന്, എടി പെട്ടെന്നൊരു ദിവസം കൊലപാതകത്തിന് അക്യൂസ് ചെയ്യപ്പെട്ട് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കണം, അതും ജീവിതകാലം മൊത്തം എന്നൊക്കെ പറഞ്ഞാല് നിനക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നതിന്, എടി നട്ടപ്പാതിരിക്ക് ഇങ്ങനത്തെ മണ്ടൻ ചോദ്യം ചോദിക്കാതെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുകയോ ചെയ്യുന്ന ഫ്രണ്ട്. എവിടെ ഉറക്കം വരാൻ, അവക്ക് സമാധാനമേ ഇല്ല. പാവം തേജുങ് എന്ന് പറഞ്ഞ് ഫീൽ ചെയ്താണ് കിടക്കുന്നത്. തേജുങ്ങും യൂൺഷിക്കും തിരിച്ചു വരുന്ന സമയത്ത് യൂൺഷിക്കിനൊരു കോൾ വരുന്നുണ്ട്. ഒരുമാതിരി ഷോക്കായിക്കൊണ്ട് ഓ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ടേന്ന് കാണുമ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടും. അതേപോലെ തന്നെയാണ് തേജുങ്ങിനും. കോള് കട്ട് ചെയ്തിട്ട് യൂൻബിയാ വിളിച്ചത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അതൊക്കെ ഓക്കെ, അതിനെന്തിനിങ്ങനെ ഷോക്കാവുന്നത്? അവളെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ എന്ന് ചോദിക്കുന്നതിന്, അത് എൻ്റെ മോൾ എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, എൻ്റെ അടുത്ത് അവളുടെ നമ്പർ പോലും ഇല്ലായിരുന്നു.
തേജുങ് ഒരുമാതിരി ഇതേത് യൂണിവേഴ്സ് എന്ന് നോക്കിയിരിക്കുമ്പം പുള്ളി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് ഇന്ന് അവള് താമസിക്കുന്ന സ്ഥലം എനിക്ക് മനസ്സിലായി, അതുമാത്രമല്ല അവളുടെ നമ്പറും കിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിക്കൊണ്ട് നീ എന്റെ ലക്കി ചാമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട്, അല്ല മനുഷ്യ നിങ്ങൾ എന്ത് ഈ പറയുന്നത്? എല്ലാ അച്ഛന്മാരുടെ അടുത്തും മോളെവിടെയാ താമസിക്കുന്നത്, നമ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് മാത്രമല്ല സ്വന്തം അച്ഛനായ നിങ്ങളുടെ അടുത്ത് ഇത്ര റൂഡായിട്ടാണ് പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാല് അവള് സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു മോളാണ്. പക്ഷെ ഞാനാണ് കുറെ പാപങ്ങൾ ചെയ്തത്. അവളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നിനെ ഞാൻ എടുത്തു. അതുകൊണ്ട് കുറെ പ്രായച്ചിത്തം ചെയ്യാനുണ്ട് എന്ന് പറയാണ്. ആ ഓക്കെ എന്നുള്ള രീതിക്ക് തേജു അങ്ങ് നിൽക്കുമ്പം നീ എന്നാ സ്റ്റീവിങ് പിടിച്ചേ, പെട്ടെന്ന് പിടിക്കുക, ഞാനിതൊന്ന് സേവ് ചെയ്യട്ടെ എന്ന്. ആ ഫോൺ നമ്പർ എവിടെയും പോകത്തില്ല, നിർത്തിയിട്ട് സമാധാനത്തിൽ സേവ് ചെയ്യാന്ന് പറഞ്ഞാല് അതും കേൾക്കത്തില്ല. ഹൈ ഹാപ്പിനെസ്സില് ഇപ്പൊ തന്നെ സേവ് ചെയ്യണം. അങ്ങനെ ഒരു വിധത്തിലാണ് രണ്ടും കൂടെ സ്റ്റീറിംഗ് ഒക്കെ നേരെ പിടിച്ച് കൊണ്ടുപോകുന്നത്. രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം കൊച്ചവിടെ മൊത്തം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേരാകുമ്പോ അങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിന്റെ ഇടയ്ക്കാണ് തേജുങ് ന്യൂസ് കാണുന്നത്. സലൂൺ ലേഡീനെ കൾപ്രേറ്റ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന കേസ് ഉണ്ടല്ലോ, അതില് മറ്റൊരാളെ കൾപ്രേറ്റ് ആക്കി കഴിഞ്ഞു. സലൂൺ ലേഡി മാത്രമല്ല ബാക്കപ്പ് ആയിട്ട് വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ടാവുമെന്ന് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമത്തില് നേരെ ബാറ്റ് ലേഡീന്റെ ഹെഡൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ആ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇവിടെ യോഹാൻ നല്ല ഹായ് ആയിട്ട് ഒരു മിനിസ്റ്ററെ വിളിച്ച് നിങ്ങളുടെ മോന്റെ അടുത്ത് ഇനിയിപ്പോ സമാധാനത്തിൽ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വരാൻ പറയാന്ന് തേജു ഇങ്ങനെ കൾപ്രേറ്റ് ആക്കിയപ്പം എങ്ങനെയാണ് ദോക്യോങ്ങിന്റെ അടുത്ത് ട്രിപ്പിന് പോകാൻ പറഞ്ഞത് അതേ കണക്ക് തന്നെ പറയാണ്. ഇവിടെ തേജുങ് ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോ കാണുന്നത് അവിടെയുള്ള എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്, ബാറ്റ് ലേഡി അടക്കം എല്ലാവരും. അതും കണ്ടൊരുമാതിരി മനസ്സ് തളർന്ന് നിൽക്കുമ്പം ഇവിടെ യോഹാൻ നാനീന്റെ അടുത്ത് ഇനി നടക്കുന്നതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ തേജുങ് നോക്കിക്കൊണ്ടിരിക്കുമ്പം മേലെ നിന്ന് എന്തോ ഉരുണ്ടോ ഒന്ന് താഴേക്ക് വീഴുന്നു. നോക്കുമ്പോ അത് ഡോക്ടറുടെ തല. അവനല്ല അത്രയും പേരെ കൊന്നതെങ്കിൽ പോലും അത്രയും സംഭവം അവന്റെ കണ്ണു മുന്നേ നടക്കുന്ന കണ്ടിട്ട് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാണ്ട് എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് കുറെ പേപ്പേഴ്സും ഇവന്റെ ഫോട്ടോ, പിന്നെ ദോക്യോങ്ങിന്റെ ഫോട്ടോ, പിന്നെ സലൂൺ ലേഡി മോളുടെ അടക്കം ഫോട്ടോ, അങ്ങനെ ഒരുപാടുണ്ട്. അതിന്റെ കൂട്ടത്തില് തേജുങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞൊരു എൻവലപ്പ്, അതിലൊരുപാട് പണമുണ്ട്. അത് കാണുന്ന തേജുങ്ങിന് ഒരുമാതിരി പ്രഷർ ആവുന്നുണ്ട്. നല്ല ദേഷ്യത്തിൽ അത് ഫുള്ള് വലിച്ചെറിഞ്ഞ് നിൽക്കുമ്പം അവിടെ സ്ക്രീനില് തേജുങ്ങിനുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ദോക്യുങ്ങിന്റെ ഫോട്ടോ കാണിച്ച് ഒരുമാതിരി ചിരിക്കുന്ന പോലെ ഇവനാണ് റിയൽ കൾപ്രിറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ്. ഇത് കണ്ട് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന തേജുങ് ആ മെസ്സേജ് മാത്രമല്ല ദോക്യുങ്ങിനെ കണ്ടുപിടിക്ക്, നിനക്ക് ഞാനൊരു ഹിന്റ് തരാമെന്നും പറഞ്ഞ് ദോക്യുങ്ങിന്റെ ഐഡിയ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ ഹിന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കണ്ട് ഒരുമാതിരി കണ്ണൊക്കെ നിറഞ്ഞ് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന തേജുങ് ഇതൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ട് നീ ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോന്ന് പറഞ്ഞു നിൽക്കുന്ന യോഹാൻ. ഇങ്ങനെയാണ് 8ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇതിന്റെ ടോട്ടൽ 12 എപ്പിസോഡാണുള്ളത്. അടുത്ത എപ്പിസോഡ്സ് അടുത്ത ബുധനാഴ്ച വരും. അന്ന് തന്നെ എനിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം സന്ധ്യക്കാണ് വരിക. അതിന്റെ അടുത്ത ദിവസം അതായത് വ്യാഴാഴ്ച ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അന്നായിരിക്കും DRX വരിക. അതിന്റെയും പിറ്റേന്ന് എനിക്ക് DRX ഇടാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും അറിയണമെങ്കിലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.